ഇന്ന് താലോലിക്കാവാനാണ്. നല്ലൊരു താലോലി കയറ്റിയിട്ടുണ്ട്. എൻ്റെ ഏണെല്ലാം നന്നായിട്ട് ചെത്തിക്കളയാം. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ചെത്താൻ എളുപ്പ വഴി അറിയാത്തവരുണ്ടാകും. ചെത്തിക്കളഞ്ഞതിന് ശേഷം കഴുകി എടുത്താൽ മതി. വേണെല്ലാം കളഞ്ഞതുപോലെ കളയണമെങ്കിൽ ഒരു ടേപ്പ് തുറന്നു വെച്ച് അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി. എന്നിട്ട് വേണം മുറിച്ചിടാൻ. കഴുകിയെടുത്ത താലോലിക്ക ഇതുപോലെ മുറിച്ചെടുക്കണം. അതൊരു വലിയ താലോലിക്ക, നല്ല പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് കാണൂല, ചെറിയതായിട്ടുള്ള ഈ രീതിയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല മധുരവും ടേസ്റ്റും ഉള്ള ഒരു ഓലനാണ്. നമുക്ക് ആദ്യം തന്നെ മുറിച്ച് വെച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാനൊരു നല്ല മൂപ്പത്തിയ നേന്ത്രക്കായ തോല് മാറ്റിയിട്ടെടുത്തിന് ഒരു വള്ളിപ്പയറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും 3 കാന്താരി കീറിയതും ചേർത്ത് കൊടുത്തു. ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം വേണം. ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. തീ കുറച്ചിട്ട് അടച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഈ സമയത്ത് തേങ്ങാപ്പാൽ എടുക്കാം. ഞാനൊരു 3 അരി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളീൻ്റെ അരിയാണെങ്കിൽ 2 അരി മതി. ഇളക്കി കൊടുക്കാം. ഇത് തുറന്ന് നോക്കാം. ഓരും പാകത്തിന് വന്നിട്ടുണ്ടാവും. എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായത്. കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ഒരു മധുരവും നല്ല ടേസ്റ്റല്ലേ ഇതിൻ്റെ. ഞാൻ ആ ടേസ്റ്റ് കൊണ്ടാണ് ഇത് മുറിച്ചിടുന്ന സമയത്ത് കുറച്ച് വലുതാക്കി മുറിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പം ചെറിയ കഷ്ണം കടിക്കാൻ പറ്റും. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആവശ്യമുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്രയും മതി. ആ മണം തന്നെ എന്നാന്നറിയാം, ടേസ്റ്റ് പുറത്തേക്ക് വരുന്നൊരു മണം. നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി. ഇതുപോലെ തന്നെ ഓലൻ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.